വേദിയിലേക്ക് I would like to welcome the main cast. ഈ സിനിമയുടെ മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന I would like to welcome അൽതാഫ് സലീം and അനാർക്കലി മാരികാർ. നമ്മുടെ പ്രിയപ്പെട്ട ആരോമൽ ആൻഡ് അമ്പിളി. നല്ലൊരു കൈഡിയോടെ അവരെ സ്വാഗതം ചെയ്യാം. കൈഡിയോടെ. ഹായ് അൽതാഫ്, ഹായ് അനാർക്കലി. സോ ഇങ്ങോട്ട് ഓടിപ്പോലെ അൽതാഫ് ആൻഡ് അനാർക്കലിയാണ് മന്ദാകിനി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത്. സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇവർക്ക് മന്ദാകിനി എന്ന സിനിമയെക്കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും. സോ അൽതാഫ്, ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് സ്പീക്ക് എ ഫ്യൂ വേർഡ്സ്. മൈക്ക് അലർജിയാണ്, ഇന്ന് പറ്റില്ല, സോറി. ഇല്ല, എനിക്ക് ആകെയുള്ളൊരു സഞ്ജുവേട്ടന് കാശ് തിരിച്ചു കിട്ടണം, വിനോദിന് അടുത്ത പടം ചെയ്യാൻ പറ്റണം, അത്രേ ഉള്ളൂ. പിന്നെ അനാർക്കലിനെ ഞാൻ ഹ്യൂമർ പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പടങ്ങളായിരിക്കും ചെയ്യാൻ പോവുക. പിന്നെ വേറെ അങ്ങനെയല്ല, ബാക്കി എല്ലാവരും നന്നായിട്ട് വരട്ടെ. പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഒരു സംവിധായകൻ കൂടെയാണല്ലോ അൽതാഫ്. ബിക്കോസ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടന്മാരെക്കാട്ടും കൂടുതൽ സംവിധായകരാണ്. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതെന്താണ് കാരണം ഞാൻ അവിടുത്തെ ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇൻപുട്ടും ഒരു സഹായവും ഇതിൽ വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ്, ഫൺ ഹ്യൂമർ ചിത്രമാണ്, അങ്ങനെ തന്നെ പറയില്ലേ അൽതാഫ് അല്ലേ? പക്ഷെ ഇയാൾ ലൈഫിൽ ഇത്രയും സീരിയസ് ആണോ? എന്താ ഇതിങ്ങനെ? മൈക്ക് പറ, മൈക്ക് അലർജി അങ്ങനെയാണ്, കുറച്ച് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബിക്കോസ് ഈ വലിയ വലിയ മഹാനടന്മാരും നടിമാരും അങ്ങനെയാണല്ലേ ജീവിതത്തിൽ. ഇങ്ങനെ നമ്മുടെ ജഗതിച്ചേട്ടനൊക്കെ അല്ലേ സ്ക്രീനിൽ വരുമ്പോൾ നമ്മളെ ചിരിപ്പിച്ച് പണ്ടാരടക്കം. അനാർക്കലി, സോ ലവ്ലി ടു സീ യു ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു പരിവേഷത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു മന്ദാകിനി എന്ന ചിത്രത്തിന്റെ യാത്ര? ആൻഡ് ടെൽ മീ വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്. നല്ല സുലേഖ മനസ്സിന് ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന ഒരു സിനിമ ഇതാണ്. അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഇവരോടൊക്കെ. കാര്യം എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ. പിന്നെ സിനിമ പറഞ്ഞാലും ഷീചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോൾ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥ കൂടിയാണ്. പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഹ്യൂമർ അൽതാഫ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ? എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവെ ചെയ്യാൻ അത്ര ഈസി അല്ല എന്നിങ്ങനെ പണ്ട് കുറെ കാലമായിട്ട് കേൾക്കണു. ബട്ട് എങ്ങനെ പുൾ ഓഫ് ചെയ്തു? ഹൗ വാസ് ഇറ്റ്? അല്ല, അത് എൻ്റെ പെർഫോമൻസ് കൊണ്ടാണെന്ന് അതില്ല, കഥയുടെ ഒരു പോക്കിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ഇപ്പം വലിയ അഹങ്കാരം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പൊ പൊതുവെ സിനിമയ്ക്ക് മുമ്പ് കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ? ഇല്ല, എനിക്ക് പേടിയാ. ശരിയാ, നമുക്ക് അൽതാഫ് ബാലൻസ് ചെയ്തോളും മിണ്ടാതെ. എനിവേ, മന്ദാകിനി എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി പ്രൊഡ്യൂസറിനെയും ഡയറക്ടറിനെയും ഞാൻ അടുത്തേക്ക് ഒന്ന് സ്വാഗതം ചെയ്തോട്ടെ.